നമ്മളിന്ന് പോകുന്നതേ ലോകത്തിലെ തന്നെ ആദ്യ അഗ്രികൾച്ചറൽ വാട്ടർ തീം പാർക്കായ മാംഗോ മെഡക്സിലേക്കാണ്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു ഉച്ചയോട് കൂടിയാണ് നമ്മൾ ചെന്നത് കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ ആദ്യം വിട്ടതാണ്ട് ആ കാണുന്ന ഫുഡ് ഗേറ്റ് തന്നെയാണ്. ഒന്നും നോക്കിയില്ല, നേരെ ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം കാഴ്ചയെന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക് ചാടിക്കയറി. നമ്മുടെ കോട്ടയംകാരുടെ കുടംപുളിയിട്ട് വെച്ച മീൻകറിയും തുമ്പപ്പ് ചോറും അവിയലും സാമ്പാറും പച്ചടി കിച്ചടി തോരൻ കൂട്ടി അടിപൊളി ഒരു ഊണ്, ഒന്നും പറയാനില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ കേട്ടോ ഫുഡ് കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അവരുടെ അടിപൊളി സർവീസ്. ചെറിയൊരു ചാറ്റൽ മഴയുള്ള സമയത്താണ് നമ്മളിവിടെ പോകുന്നത്. പിന്നെ നമുക്കൊരു ഗേറ്റ് ഫെസിലിറ്റിയും കൂടെ ഇവിടെ ഉണ്ട്. ഈ നീലക്കൊടുവേലി മുതലേ കൃഷ്ണനാൽ വരെ 1000-ലേറെ അപൂർവ മരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് അത്ര പറയപ്പെടുന്നത്. പെഡൽ ബോട്ടിങ്, റോ ബോട്ടിങ്, വാട്ടർ സൈക്കിൾ, റോപ്പ് കാർ, ട്രംപോലൈൻ, സ്നൂക്കർ, പാമ്പർ കാർ എന്നിങ്ങനെ ഒരുപാട് ഫെസിലിറ്റികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. മീനുകൾക്ക് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും നമുക്ക് എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി കേട്ടോ. ഇതാ ഈ കാണുന്നത് രുദ്രാക്ഷത്തിൻ്റെ പൂവുകളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ. ഇതാ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയാലേ ഫിഷിങ്ങിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഇവിടെ ഉണ്ട്. ചൂണ്ടയും മീനിന് വേണ്ടിയിട്ടുള്ള ഇരയും അവിടെ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അത് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടേ ഒരു വാലന്റൈൻ ഗാർഡൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്പേസ്. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായി ഇവിടെ തന്നെയാണ്. എന്താ ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ്. ഇരുപത്തഞ്ച് അടിയോളം ഉയരവും വീതിയുമുള്ള ഒരു ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കുമേ. ഇതാ എന്തായാലും വന്നതല്ലേ, എങ്കിൽ പിന്നെ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കൂടെ കയറാമെന്ന് ഓർത്തു. മഴക്കാലമായതുകൊണ്ട് തന്നെ കയറുന്നത് ഒരു ഇച്ചിരി ടാസ്ക് തന്നെയായിരുന്നു. മുകളിലത്തെ കാഴ്ചകൾ എന്നാലും സൂപ്പറായിരുന്നു കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പരശുരാമൻ്റെ പ്രതിമ. ഇത്രയും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സമയം 4:00 കേട്ടോ. അങ്ങനെ അവിടെ നമ്മളൊരു സ്ട്രോങ് ചായയും കുടിച്ചു. ഇന്നൊരു നോർമൽ ഡേ ആയതുകൊണ്ടും ചെറുതായിട്ട് മഴയുള്ളതുകൊണ്ടും തിരക്ക് നന്നായിട്ട് കുറവാണ് കേട്ടോ. സൺഡേ ഹോളിഡേയ്സ് ഒക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ.
അങ്ങനെ ഒരു 5-6 മണിക്കൂറത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മളിതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. നല്ല മഴയുണ്ട്, നല്ല അടിപൊളി മഴ.